ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അത് 3 വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ്, അതേ കപ്പിൽ തന്നെ അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. തേങ്ങയുടെ നനവ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റവ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞു വരും. അപ്പോൾ തേങ്ങയുടെ പാലൊക്കെ റവയിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് ആദ്യം നമുക്കിതിലേക്ക് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മുതൽ 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. റവ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത്. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള 1 കപ്പ് വെള്ളം ഇത് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കപ്പ് തന്നെ അളവ് വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവായിട്ട് എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, 2 ചെറിയ പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ഒരു സവാളയും വളരെ ചെറുതായിട്ട് കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 250 ml കപ്പിൽ തന്നെ അരക്കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഒരു അരക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/4 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് അളവ് കുറച്ച് ചേർത്താൽ മതിയാകും. 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ കായത്തിൻ്റെ ഒരു കട്ട ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ച് ചേർത്താലും മതിയാകും. അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാകും. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് കൂടുതൽ ചേർത്തതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് പിന്നെ അത് വെള്ളം ഒഴിവാക്കാം. വെള്ളം ആദ്യം തന്നെ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ റവ സോക്ക് ചെയ്ത് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഇനി ഒരുപാട് വെള്ളമൊന്നും റവ വലിച്ചു കുടിക്കില്ല. ഞാൻ 250 ml കപ്പിൽ 1/2 കപ്പ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ ഒരു അളവിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ആയാൽ മാത്രം മതിയാകും. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പസോഡ 1 പിഞ്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ്. ഒന്ന് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതേപോലെ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലാണ് ആദ്യം ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരല്പം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ഡ്രോപ്പ് എണ്ണ വീതം ഒഴിച്ചിട്ട് അതൊന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് എല്ലായിടെയും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ കൊണ്ട് നമുക്കിത് 3 രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ രീതിയാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഉണ്ണിയപ്പ ചട്ടിയിൽ ഒരല്പം ഓയിലൊന്ന് ആക്കി കൊടുക്കുക. ഓപ്ഷണലാണ് ഓയിലാക്കാതെ മതിയെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ആ ഒരു കുഴിയിൽ നിറയുന്ന രീതിയിൽ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒരുപാട് ലൂസല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒഴിക്കുന്ന സമയത്ത് കാണുമ്പോൾ മനസ്സിലാകും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇടുന്ന രീതിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, കാരണം നമ്മൾ റവ മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതേപോലെ ഓരോ കുഴിയിലും ആക്കി കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കുക കേട്ടോ. കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് റെഡിയായി വരും. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗവും കുക്കായി വരും. പിന്നെ ഒന്ന് മൊരിയാൻ വേണ്ടി മാത്രം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേ മുകൾ ഭാഗവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് തന്നെ എടുക്കുകയുള്ളൂ, പെട്ടെന്ന് റെഡിയായി കിട്ടും.
ഇനി നമുക്ക് ഒരു അല്പം ഓയിലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓപ്ഷണലാണ്. ഓയിലിൻ്റെതോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾ ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ എണ്ണ ഇല്ലാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വെച്ചാൽ മാത്രം മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് 2 മിനിറ്റ്. ഇനി അടച്ചു വെക്കണമെന്നൊന്നുമില്ല. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടോ, മറ്റേ മറിച്ചിട്ട ഭാഗവും കൂടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതുപോലെ തന്നെ സ്നാക്കായിട്ട് കഴിക്കാം. ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ സോസോ മതി. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒരു ചായ, കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് അടുത്തത് ഏത് രീതിയിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മുങ്ങി നിൽക്കുന്ന രീതിയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്ററിൽ നിന്ന് ഓരോ തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ചായക്കൊപ്പവും കഴിക്കാം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. ഇതിവിടെ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, രണ്ട് രീതിയിൽ നമ്മൾ തയ്യാറാക്കിയതാണ്. അടുത്ത ഒരു രീതിയിൽ കൂടി ഇതേ ബാറ്റർ കൊണ്ട് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് അതേ പാൻ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിവാക്കി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഫ്ലെയിം നന്നായിട്ട് കൂടി നിൽക്കുന്ന ആണെങ്കിൽ അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, അടിയിലൊരു കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് മുകളിൽ ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാം. നല്ല ലോ ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് അങ്ങനെയും ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അടിയിൽ പാത്രമൊന്നും വെക്കാതെയും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഏറ്റവും ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് വെക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു ഭാഗം കുക്കാകുകയും ചെയ്യും, മോൾ ഭാഗം നല്ല ഡ്രൈ ആയി വരികയും ചെയ്യും കേട്ടോ. നന്നായി കുക്കായിട്ടുണ്ട് 2 ഭാഗവും. അപ്പം നമ്മളിതൊന്ന് ഒരു ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പതുക്കെ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പാനിലേക്ക് ഒരല്പം ഓയിൽ വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അടുത്ത ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കൗത്തിയെടുക്കാം. ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, മറ്റേ ഭാഗം കൂടി ഒന്നും ഒരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള 3 രീതിയിൽ, ഒരേ ബാറ്റർ കൊണ്ട് 3 രീതിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സ്നാക്കായിട്ടും ഉപയോഗിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 രീതിയിൽ ഏതാണോ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അതും കൂടി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.